2006 ഡൽഹി, ബോംബെ, അതിനുശേഷം ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയുള്ള വിമാനത്താവളങ്ങളൊക്കെ ഇതേപോലെ സ്വകാര്യ കമ്പനികൾക്ക് അതിൻ്റെ നടത്തിപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി, PPP മോഡൽ എന്ന് പറയുന്ന രീതി, ആ രീതി നേരത്തെ തന്നെ പ്രാബല്യത്തിലുള്ളതാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെയുള്ള 3 വിമാനത്താവളങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് അതിൻ്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ അതിലേറ്റവും അതിനെ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല, അപഹാസ്യമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഭരണമുന്നണിയുടെ നേതാക്കന്മാരും അതോടൊപ്പം കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഒരേ അവസരത്തിൽ അത്ഭുതപ്പെടുത്തുന്നതും അതോടൊപ്പം അപഹാസ്യവുമായിട്ടുള്ളൊരു സമീപനം. ഈ തീരുമാനം എടുത്തതിനെ വിശേഷിപ്പിക്കുന്നത് വലിയ അഴിമതി നടന്നു, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടും, അത് സ്വകാര്യ ഏജൻസികളുടെ കയ്യിലേക്ക് പോയാൽ, ഇതൊക്കെയാണ്. പിന്നെ സംസ്ഥാന സർക്കാർ മായിട്ട് കൂടിയാലോചിക്കും, സംസ്ഥാന സർക്കാരാണ് അതിന് ഭൂമി കൊടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ ഭരണമുന്നണി ഇപ്പോൾ ഈ എതിർപ്പുമായിട്ട്, ഇത്ര വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുമായിട്ട് രംഗത്ത് വരാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ ഭരണമുന്നണി ഇപ്പോൾ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റൊരു വിവാദത്തിലേക്ക് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഈ വലിയ എതിർപ്പ് ഇപ്പോൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ കേരള സർക്കാർ ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പോലെ പിൻവാതിൽ നിയമനങ്ങളും കൺസൾട്ടൻസികൾ വഴിയുള്ള അഴിമതിയും, ഇത് രണ്ടും നടക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതായി പോകും എന്നുള്ള ആശങ്കയാണോ ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ തീരുമാനമെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കേരള സർക്കാരിനെ കൂടി ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള സർക്കാരിനെ കൂടി തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ സർക്കാരിൻ്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം 6 വിമാനത്താവളങ്ങൾ, അഹമ്മദാബാദ്, ലക്നൗ, മംഗലാപുരം, ജയ്പൂർ, ഗോഹട്ടി, തിരുവനന്തപുരം, ഈ 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ്, ഓപ്പറേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്വത്തിലുള്ള ഒരു തീരുമാനം 2018 നവംബർ മാസം 8-ാം തീയതിയാണ് എടുക്കുന്നത്. ആ തീരുമാനം പുറത്തു വന്നപ്പോൾ 21-ാം തീയതി, നവംബർ മാസം 2018 നവംബർ 21-ാം തീയതി കേരള ഗവൺമെൻറ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ തത്വത്തിലുള്ള തീരുമാനത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു നിവേദനം സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തിരുവനന്തപുരം വിമാനത്താവളത്തെ ഇതിൽ നിന്ന് വേർപെടുത്തണം. കാരണം ഞങ്ങൾക്ക് കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങൾ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളായിട്ട് വികസിപ്പിച്ചതിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഞങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇതിൽ ഞങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സിവിൽ ഏവിയേഷൻ വകുപ്പ് ചീഫ് സെക്രട്ടറിയോട് സെക്രട്ടറിമാരുടെ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് അതിൻ്റെ മുൻപാകെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ 2018 ഡിസംബർ മാസം 4-ാം തീയതി ഈ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിൻ്റെ മുമ്പാകെ കേരള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ആ നിർദ്ദേശങ്ങളിൽ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അത് ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചുകൊണ്ട് അത് നിർവഹിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനെ ഏർപ്പെടുത്തുക. അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ അതിനുള്ള അധികാരം, ആ അധികാരം ഈ പ്രത്യേക കമ്പനിക്ക് നൽകുക, സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന കമ്പനിക്ക്. ഈ ചർച്ചകൾക്കിടയിൽ 2003 കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടി ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചു. കാരണം സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് 2003 കേന്ദ്ര സർക്കാർ, അന്നത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ള കാര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പരിഗണന, കേരളത്തിൻ്റെ അഭ്യർത്ഥന ഒരു പ്രത്യേക കേസായിട്ട് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 നിർദ്ദേശങ്ങൾ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് കേരള ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വെച്ചു. ഒന്ന്, കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേക ക്ഷണിതാക്കളായി വിളിച്ചുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാക്കാം, ഒരു പ്രപ്പോസൽ. രണ്ടാമത്തെ പ്രപ്പോസൽ ഈ പറഞ്ഞ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നുള്ള ആശയം. ഈ ആശയം തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് 26% കേരള സർക്കാരിന് പങ്കാളിത്തമുണ്ടാകുന്ന ഒരു കമ്പനി ഏറ്റവും ഹയസ്റ്റ് ബിഡറുടെ 10% മുകളിലോ താഴെയോ കേരള സർക്കാരിൻ്റെ കമ്പനി ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടിയാലോചനകളിലും തുടർന്നുള്ള വേണ്ടി വന്നു കഴിഞ്ഞാൽ വിലപേശൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കാനുള്ള അവകാശം. ഈ 2 പ്രപ്പോസൽസ് എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ് കേരള സർക്കാരിൻ്റെ മുമ്പാകെ വെച്ചു. കേരള സർക്കാർ 2018 ഡിസംബർ മാസം 18-ാം തീയതി ഞാൻ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി. എന്ന് പറഞ്ഞാൽ നടപടിക്രമം കേരള സർക്കാർ അംഗീകരിച്ച, കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ച നടപടിക്രമം അംഗീകരിച്ചുകൊണ്ടാണ്, ആ നടപടിക്രമം അനുസരിച്ചാണ് തുടർന്നുള്ള നടപടികൾ നീങ്ങിയത്. അതുകൊണ്ട് ഈ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു എന്നൊക്കെ ഇന്നലെ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. ഈ പ്രപ്പോസൽ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരുവനന്തപുരം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്തത് 2019 ഫെബ്രുവരി മാസം 16-ാം തീയതി, ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്തത് 25, 26 തീയതികൾ 2019 ഫെബ്രുവരി മാസത്തിൽ. ഈ തീരുമാനമനുസരിച്ച് 10% വ്യത്യാസം വരികയാണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച നടക്കും. 10% കുറവാണെങ്കിൽ പോലും കേരള സർക്കാരിന് അവസരം കിട്ടിയേനെ, ഏറ്റവും ഹയസ്റ്റ് ബിഡർക്കല്ല. അത് അംഗീകരിച്ചു കേരള സർക്കാർ. അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിൻ്റെ ഏജൻസി ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ ബിഡിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ട് 3 സാങ്കേതികമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള 3 ബിഡുകൾ ഉണ്ടായിരുന്നു. അദാനി എൻ്റർപ്രൈസസ്, GMR എയർപോർട്ട്സ്, അതോടൊപ്പം KSIDC. അതിൻ്റെ ഫൈനാൻഷ്യൽ കോട്ട് KSIDC ഒരു യാത്രക്കാരന് 135 രൂപ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകാമെന്ന് ബിഡിൽ പറഞ്ഞു. അദാനി 168 രൂപ കോട്ട് ചെയ്തു. GMR 63 രൂപ കോട്ട് ചെയ്തു. അതായത് KSIDCയുടെ കോട്ട്
ഏറ്റവും ഹയസ്റ്റ് ബിഡറുടെ കോട്ടിനേക്കാൾ 19.64% കുറവായതുകൊണ്ട് 10% കുറവാണെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് നേരത്തെ തീരുമാനിച്ചത് പ്രകാരം കേരള സർക്കാരിന് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് കേരള സർക്കാർ അംഗീകരിച്ച 10% കുറവോ കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം തീരുമാനമെടുക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണമെന്നോ വേണ്ടെന്നോ പറയാൻ. 10% കുറവാണെങ്കിൽ പോലും കേരള സർക്കാരിന് കിട്ടിയേനെ എന്ന് പറഞ്ഞാൽ അദാനി എൻ്റർപ്രൈസസ് ബിഡ് ചെയ്ത് 168 നിന്ന് 16.8 രൂപ കുറവാണെങ്കിൽ പോലും കേരള സർക്കാരിന് കിട്ടിയേനെ. പക്ഷേ ഇവിടെ അതിനേക്കാൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊരു കുറവ് വന്നു കഴിഞ്ഞാൽ ഈ തീരുമാനം എടുക്കാൻ ഏറ്റവും ഹയസ്റ്റ് ബിഡർക്ക് കൊടുക്കാമെന്ന് കേരള സർക്കാർ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഇതനുസരിച്ചെടുത്തില്ലെങ്കിൽ ആഗോളതലത്തിൽ ക്ഷണിച്ചിട്ടുള്ള ആഗോള ടെൻഡറുകൾ, ആ ടെൻഡറുകൾ ക്ഷണിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ തന്നെ തകിടം മറിയുന്ന സാഹചര്യവും തുടർന്ന് നിരവധി കേസുകളും മറ്റു പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായേനെ. രണ്ടാമത്തെ കാര്യം, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കോടതി നിയമപ്രക്രിയ, KSIDCയും അതുപോലെ വിവിധ മറ്റ് നിരവധി ആളുകൾ അവരെല്ലാവരും തന്നെ ഹൈക്കോടതിയിൽ പോയി. 2019 ഡിസംബറിൽ ഹൈക്കോടതി തള്ളി. അതിനുശേഷം സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരായിട്ട് സുപ്രീം കോടതി അത് തിരിച്ച് കേരള ഹൈക്കോടതിയിലേക്ക് അയച്ചു. സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിക്ക് വിധേയമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ വിമാനത്താവളം എന്നുള്ളത് ഇതിപ്പോൾ നടത്തിപ്പും വികസനവും അതിൻ്റെ മാനേജ്മെൻറ്റും, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ഇതാണ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ 2 വിമാനത്താവളങ്ങളുടെ ഉടമസ്ഥത തന്നെ സ്വകാര്യ മേഖലയിലാണ്. 32% കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കേരള സർക്കാരിൻ്റെ പങ്കാളിത്തം. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 30% മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 70% കേരള സർക്കാരിൻ്റെതല്ല, സർക്കാർ ഇതര ഏജൻസികളാണ്. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഭൂമി ഉൾപ്പെടെയുള്ള മുഴുവൻ വിമാനത്താവളത്തിൻ്റെ ഉടമസ്ഥത തന്നെ സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ വലിയ പൊതുമേഖലയുടെ വക്താക്കളായിട്ട് രംഗത്ത് വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം പൊതുമേഖലയും സ്വകാര്യ മേഖലയല്ല, നടപടിക്രമങ്ങൾ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരുമ്പോൾ ഈ തീരുമാനത്തെ വിവാദമാക്കിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന്, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പങ്കിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം മാത്രമാണ് ഈ വിഷയം ഒരു വിവാദമാക്കുന്നതിൻ്റെ പിന്നിൽ എന്നുള്ളതിൽ ഒരു സംശയമില്ല. മാത്രമല്ല, ഈ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ വരുമാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ വരുമാനത്തിൽ നിന്ന് വരും കാലങ്ങളിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഈ ഒരൊറ്റ വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവും. ബോംബെ ഡൽഹി എയർപോർട്ടുകളുടെ മാത്രം കണക്കെടുത്തു കഴിഞ്ഞാൽ ബോംബെ ഡൽഹി എയർപോർട്ടിൽ 2006-2007 വർഷം തൊട്ട് 2019-20 വരെയുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ 29,000 കോടി രൂപയാണ് മുൻകാലങ്ങളിൽ നിന്ന് നേടിയതിനേക്കാൾ കൂടുതലായിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ വ്യോമയാന മേഖലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ, വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, അതിനൊക്കെ വേണ്ടിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിനിയോഗിച്ചിട്ടുള്ളത്. ഇനി തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2017-18 വർഷത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് തിരുവനന്തപുരം എയർപോർട്ടിലെ വരുമാനം 136 കോടി 23 ലക്ഷമാണ്. ഈ വർഷത്തെ എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത് 2020-21 എസ്റ്റിമേറ്റ് കണക്കാക്കിയിരിക്കുന്നത്, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം, പക്ഷേ
കണക്കാക്കിയിരുന്നത് 153 കോടി 22 ലക്ഷമാണ്. പക്ഷേ ഇപ്പോൾ അദാനി കോട്ട് ചെയ്തിട്ടുള്ള കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 179 കോടി 41 ലക്ഷം രൂപ ഈ വർഷം തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഈ വർഷം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 30 കോടിയോളം 25 കോടിയിലധികം രൂപ കിട്ടും. വരും വർഷങ്ങളിൽ അത് കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന നിലപാട് കേരളത്തിലെ ഭരണമുന്നണി കൈക്കൊള്ളുന്നതിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഭരണമുന്നണിയെ അതിന് അനുസൃതമായിട്ടുള്ള പാഠം പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അവർ പഴയതൊക്കെ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. 2006-ലും 2007-ലും അവരുടെ സർക്കാരിൻ്റെ കാലത്താണ് ഈ ഇന്ത്യയിലെ 4 പ്രമുഖ വിമാനത്താവളങ്ങൾ, അതുമാത്രമല്ല മറ്റു പല വിമാനത്താവളങ്ങളും ഇതുപോലെ സ്വകാര്യ ഏജൻസികൾക്ക് നടത്തിപ്പിന് വേണ്ടിയിട്ട് ചുമതലയേറ്റെടുത്തു കൊടുത്തത്. അന്ന് ഇതൊക്കെ നടന്നപ്പോൾ വലിയ അഴിമതിയാണോ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കമ്മീഷൻ വാങ്ങിയിട്ടാണോ കൊടുത്തത്? നിങ്ങളിപ്പോൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്നാണല്ലോ. ഈ അഴിമതി അന്ന് നിങ്ങൾ നടത്തിയതിൻ്റെ ഓർമ്മയിലാണ് പറയുന്നതെങ്കിൽ ഞങ്ങളുടേത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് നിങ്ങൾ അഴിമതി കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ഉള്ള സംശയത്തിലാണ് ഇതിൻ്റെ പിന്നിലും അഴിമതിയുണ്ട് എന്ന് പറയുന്നതെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തരുത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരലംഘനം, പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ പറയുന്നത് അവിടുത്തെ ആചാരലംഘനം ഇതിന് കാരണമാകുന്നു. ശബരിമല ക്ഷേത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരലംഘനത്തിൻ്റെ പേരും പറഞ്ഞ് രംഗത്ത് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികളുടെ മുഴുവൻ ആചാരങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന സമീപനമെടുത്ത ഒരു സർക്കാരിലെ ആളുകൾക്ക് കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. അത് വേവലാതിപ്പെടാൻ പണ്ടുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ ഭരണം നടത്തുമ്പോൾ ക്ഷേത്ര വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനവും, അങ്ങനെ ഒരു സമീപനവും ഈ സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്ന് ഈ ആശങ്കയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആശങ്കയുള്ളവർ അവരുടെ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദ അവാർഡ് ഓഫ് കൺസെഷൻ ടു ദ ഹയസ്റ്റ് ബിഡർ വുഡ് ബി സബ്ജക്ട് ടു ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദിസ് റിട്ട് പെറ്റീഷൻ. അത് നിയമം എപ്പോഴും അങ്ങനെയാണ്. കോടതിയിലൊരു കേസ് സുപ്രീം കോടതി ആ കാര്യത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു, സുപ്രീം കോടതി തിരിച്ചയച്ചു, ഇനി ഹൈക്കോടതി മറ്റൊരു തീരുമാനം എടുത്തു എന്നിരിക്കട്ടെ, ആ തീരുമാനത്തിനനുസരിച്ച് അത്രേ ഉള്ളൂ. അത് അല്ല, നീളുമോന്ന് എനിക്കറിയില്ല. അതായത് ടെൻഡർ നടപടികളും ബാക്കി പ്രക്രിയയും മുന്നോട്ട് പോകുന്നതിന് സുപ്രീം കോടതി ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മുന്നോട്ട് പോകും. അതിലെന്തെങ്കിലും തടസ്സമുണ്ടാകണമെങ്കിൽ അത് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് ഫൈനൽ തീരുമാനവും. ഇല്ലില്ല, ഇതെല്ലാം നടത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു സ്റ്റേയും തന്നിട്ടില്ല. സബ്ജക്ട് ടു ദ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ന് വിധേയമാണെന്ന അർത്ഥം. അത് വിധേയമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ നടപടികളൊന്നും നടക്കില്ല എന്നല്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനം എടുക്കും. നമ്മുടെ നാട്ടിലെ നിരവധി കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നില്ല. അതുപോലെ അവർ ഏറ്റെടുക്കുന്നില്ല. അവരിപ്പോൾ എക്സ്റ്റൻഷൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 6 മാസം ചോദിച്ചിട്ട് അവസാനം 3 മാസമാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ അത്തരം ഒരു കമ്പനി വീണ്ടും 3 വിമാനത്താവളം കൊടുക്കണം. അവർ ബിഡ് ചെയ്തിട്ടുള്ളത് ശരിയാണ് അല്ല. അതായത് ഓരോ വിമാനത്താവളത്തിൻ്റെയും ഇൻഡിപെൻഡന്റ് ബിഡാണ്. അതുകൊണ്ട് നേരത്തെ എടുത്തോ എടുത്തില്ലയോ എന്നുള്ളതൊന്നും ഇക്കാര്യത്തിൽ നോക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. അതുകൊണ്ട് എടുക്കുന്നില്ല എന്നിരിക്കട്ടെ, അപ്പോൾ അതിലും ബിഡിൻ്റെ പ്രൊവിഷൻ ഉണ്ടാവും, ആ പ്രൊവിഷൻസ് ഉണ്ടാവും, ആ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് നീങ്ങും. 2018 ഡിസംബറിൽ അന്ന് അങ്ങയുടെ നേതൃത്വത്തിൽ
അന്ന് വ്യോമയാന മന്ത്രിയായിരുന്ന സുരേഷ് പ്രഭുവിനെ കാണുകയും സ്വകാര്യവൽക്കരണത്തിന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അങ്ങ് പറയുന്ന നിലപാടും അതും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമില്ല. ഒരു വൈരുദ്ധ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കേരള സർക്കാർ, അതായത് 2018 ഡിസംബർ മാസം, 2018 നവംബർ 8-ാം തീയതി ഈ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം നവംബർ 2018 ഡിസംബർ മാസത്തിൽ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാവരും റെപ്രസെൻ്റ് ചെയ്തു. കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ടാണല്ലോ അവിടെ പോയത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യമായിട്ടുള്ളൊരു നടപടിക്രമം കേരള സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തിന് എതിർക്കുന്നു? ഞാൻ വ്യക്തിപരമായിട്ടുള്ള എതിർപ്പല്ലല്ലോ പ്രകടിപ്പിച്ചത്. ഈ പരാജയപ്പെട്ടതിലുള്ള അമർഷമാണെന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് ചർച്ച തിരിച്ചുവിടുക, 2 പിൻവാതിൽ നിയമത്തിനുള്ള സ്കോപ്പ് ഇല്ലാതായി പോയതിലുള്ള വിഷമം, കൺസൾട്ടൻസി വഴി കരാർ കൊടുക്കാനുള്ള ഇതിലുള്ള അവസാനം. കാരണം ഇതിപ്പോൾ സ്പ്രിംഗ്ലർ ഇതിനെ തീരുമാനിച്ചതുപോലെ ശിവശങ്കർ തീരുമാനിച്ചു സ്പ്രിംഗ്ലറിന് കൊടുക്കാമെന്ന്, ശിവശങ്കർ തീരുമാനിച്ചു ബെവ്ക്യൂവിന് കൊടുക്കാമെന്ന്. അതുപോലെയല്ലല്ലോ തീരുമാനിച്ചത്. ഇതൊരു നടപടിക്രമം പ്രഖ്യാപിച്ചുകൊണ്ട് ആ നടപടിക്രമം ഒബ്ജക്ഷൻ റേസ് ചെയ്ത ആളുകളെ കൂടിയിരുത്തി അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി തീരുമാനമെടുത്തു. ഇതിൽ കൂടുതൽ സുതാര്യമായിട്ട് എന്ത് തീരുമാനം എടുക്കേണ്ടത്? കേരള സർക്കാർ എടുത്തിട്ടുള്ള ഏത് തീരുമാനവും ഇതുപോലെ ഉണ്ട്? ഒരൊറ്റ തീരുമാനമില്ല. നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വരികയല്ലേ, ലൈഫ് തൊട്ടുള്ള നിരവധി കാര്യങ്ങൾ. അതേന്നെ, അതൊക്കെ വരി നിങ്ങൾ വായിച്ചു തരട്ടെ, എനിക്ക് എഴുതി ഓർമ്മയുണ്ട്. അതായത് ഈ ചർച്ചകൾ മുഴുവൻ അല്ല, ഇപ്പൊ പ്രശ്നം അന്ന് ഞാൻ എഴുതിയത് കൊണ്ട് ആണോ പ്രശ്നം? ഇപ്പൊ പ്രശ്നം ഈ കേരള സർക്കാരിന്റെ എതിർപ്പല്ലേ? നിങ്ങളിപ്പോൾ എൻ്റെ എതിർപ്പിന്റെ പ്രശ്നമാണോ പ്രധാനം? അല്ലെന്നാ അന്നത്തെ കാര്യം, അതിനാണല്ലോ കേരള സർക്കാരിന് അനുവാദം കൊടുത്തത്. കേരള സർക്കാർ അത് പരാജയപ്പെട്ടു. കേരള സർക്കാർ അത് കളഞ്ഞു കുളിച്ചു അവസരം. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് കേരള സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവരതനുസരിച്ചിട്ട് ചെയ്യണമായിരുന്നു. അവരംഗീകരിച്ച നടപടിക്രമത്തിൽ അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതിനുള്ള ഉത്തരവല്ലേ അവർ പറയട്ടെ. അല്ല, അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്ന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത് ഇതാദ്യമായല്ല. സംസ്ഥാന സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് അപഹാസ്യമാണ്. സർക്കാരിന്റെ ശ്രമം സ്വർണ്ണക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നതാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് വി മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയത്.